ചങ്ങാതിമാരെ എല്ലാവരും അറിഞ്ഞില്ലേ? നമ്മുടെ സർക്കാർ ഒരു പുണ്യകർമ്മം ചെയ്യാൻ പോവുകയാണ്. മരിച്ചുപോയ നടൻ സലീം കുമാറിന് സ്മാരകം പണിയാൻ പോവുകയാണ്. സ്മാരകം പണിതില്ലെങ്കിൽ ആ മരിച്ചു പോയ മനുഷ്യന് സമാധാനം ഉണ്ടാവില്ലല്ലോ അല്ലേ? കഷ്ടമുണ്ടല്ലേ? ഇവിടെ ഒരു ആശുപത്രി നല്ല രീതിയിലില്ല. ചികിത്സ കിട്ടാതെ എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു വീടില്ലാതെ എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. എത്രയോ പാവങ്ങളുണ്ട് വീടില്ലാതെ കഷ്ടപ്പെടുന്നത്. അപ്പോഴാണ് 1,00,00,000 മുടക്കിയിട്ട് ഒരു സ്മാരകം പണിയാൻ പോകുന്നത്. വയനാട് ഉരുൾപൊട്ടി ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇതുവരെ വീട് എല്ലാവർക്കും ആയിട്ടില്ല. അതിനു മുമ്പാണ് ഇങ്ങനെ ഒരു സ്മാരകം പണിയാൻ പോകുന്നത്. ഇതിനു മുമ്പും എത്രയോ നല്ല നടന്മാർ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ സലീം കുമാർ നല്ല നടൻ അല്ല എന്നല്ല പറഞ്ഞത്. ആ മനുഷ്യൻ നല്ല മനസ്സിൻ്റെ ഉടമയാണ്. ആ മനുഷ്യൻ പറഞ്ഞതെന്താ? സ്വന്തം ചിതാഭസ്മം പോലും ഒരു പുഴയിലും ഒഴുക്കരുത് എന്നാണ്. അപ്പോൾ എത്രത്തോളം അറിവ് ആ മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ ഒരു സ്മാരകം പണിതിട്ട് ആ മനുഷ്യനോട് ഇത്രയും വലിയ ദ്രോഹം ചെയ്യുന്നത് ആ മനുഷ്യൻ ഒരിക്കലും പൊറുക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ സ്കൂളുകളുണ്ട്. നല്ല സൗകര്യങ്ങളില്ലാത്ത സ്കൂളുകൾ. ആ സ്കൂളുകൾക്ക് നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അവിടെ സലീംകുമാറിൻ്റെ പേരോ ഒരു ഫോട്ടോ വെച്ചാൽ അതായിരിക്കും വലിയ പുണ്യം. എത്രയോ വൃദ്ധജനങ്ങളുണ്ട് സംരക്ഷിക്കാൻ ആളുകളില്ലാതെ കഷ്ടപ്പെടുന്നവർ. അവർക്ക് ഇനി ജീവിക്കാൻ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ പുണ്യം. അതായിരിക്കും ഈ സലീംകുമാറിനും ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യവും. അല്ലാതെ കാക്കക്കും പക്ഷികൾക്കും കയറി നിന്ന് തൂറാൻ വേണ്ടിയിട്ട് ഒരു സ്മാരകം പണിയുന്നു. നമ്മുടെ ഭരണകൂടം ഇത്രയധികം തരം താണു പോകുന്നല്ലോ എന്നോർക്കുമ്പോൾ സങ്കടമായി പോകുന്നു. കെ.എസ്.ആർ.ടി.സിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ ഈ ഭരണകൂടം കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടക്കാണ് ഇങ്ങനെ ഒരു വീഴ്ച കൂടെ. ഇതും കൂടി ആകുമ്പോൾ ജനങ്ങൾ എത്രത്തോളം വെറുക്കും. ഈ 5 വർഷം കഴിയുമ്പോഴേക്കും ഈ ഭരണകൂടത്തിൻ്റെ അവസ്ഥ എന്താകും?